ഓക്കെ, നമ്മളപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം ഈ മോഡലിൽ. ഞാൻ നിങ്ങൾക്ക് ആ സൈൻ സെറ്റ് വന്നാൽ ചിലപ്പോൾ കിട്ടിയിരുന്ന് വരില്ല. സിമ്പിളാണ്, എഴുതാം. ചെക്ക് വെദർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു സൈൻ സെറ്റ് ഈസ് അനലറ്റിക്. സൈൻ സെറ്റ് അനലറ്റിക് ആണോ എന്ന് ചോദിച്ചേക്കാണ്. അനലറ്റിക് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് അനലറ്റിക് ഫൈൻഡ് എഫ് ഡാഷ് ഇസഡ്. അനലറ്റിക് ആണെങ്കിൽ എഫ് ഡാഷ് ഇസഡ് കാണാൻ ചോദിച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇത് സൈൻ സെറ്റും കോസ് സെറ്റും അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ആ തിയറി നിങ്ങൾ കണ്ടോന്നറിയില്ല. അതായത് ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ ഡബ്ല്യു ഈക്വൽ ടു സൈൻ സെറ്റും കോസ് സെറ്റിന് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തേറെ. എങ്കിലും നമ്മൾ ഇപ്രാവശ്യത്തെ പ്ലേ ലിസ്റ്റിൽ ഇപ്പോൾ കയറ്റിയിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ അയച്ചു തരുന്ന ഇത് ലിങ്ക് നോക്കിയിട്ട് നോക്കിയാൽ മതി. അതിൽ ഞാൻ ഇത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് സൈൻ എ പ്ലസ് ബി എന്നുള്ള റിസൾട്ട് ഒന്ന് പഠിക്കണേ. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നാണ് കേട്ടോ. ഓക്കെ, സൈൻ എ പ്ലസ് ബിയുടെ റിസൾട്ട് എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നാണ്. സൈൻ എ മൈനസ് ബി വരുമ്പോൾ നമുക്ക് ആവശ്യമില്ല, ഇവിടെ ഒരു മൈനസ് കൊടുത്താൽ മതി. അതുപോലെ കോസ് എ പ്ലസ് ബി നിങ്ങളൊന്ന് പഠിച്ചിരിക്കുന്നത്. കോസ് എ പ്ലസ് ബിയുടെ റിസൾട്ട് എന്താണെന്നറിയോ? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നാണ് കേട്ടോ. കോസ് എ പ്ലസ് ബിയുടെ റിസൾട്ട് എന്താണ്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നാണ്. കോസ് എ മൈനസ് ബി എന്നാണെങ്കിലോ ഇവിടെ പ്ലസ് വരും കേട്ടോ. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈൻ ഐ വൈ എന്ന് പറഞ്ഞൊരു ടേം വരുന്നുണ്ട്. അതിന് ഐ സൈൻ എച്ച് വൈ എന്നാണ് കൊടുക്കുന്നത്. സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ ഐ സൈൻ എച്ച് വൈ എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ കോസ് ഐ വൈ എന്ന് പറഞ്ഞാൽ കോസ് എച്ച് വൈ എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. എത്രയെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, നമുക്ക് പ്രൂഫിൽ വരുന്നതാണ്. ഇതെന്തിനാണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ, ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ ഡബ്ല്യു ഈക്വൽ ടു സൈൻ സെറ്റിൽ ഇത് ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രോബ്ലത്തിൽ യൂസ് ഉണ്ട്, അതുകൊണ്ടാണ്. എഴുതിയോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാണ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സൈൻ സെഡ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആക്കി മാറ്റണം. അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ യു പ്ലസ് ഐ വി എന്നാക്കണം. അതായത് റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ടായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു മെത്തേഡ് ഇത്രയേ ഉള്ളൂ. പുട്ട് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുക. ഇസഡ് കാണുന്നിടത്ത് എന്ത് കൊടുക്കുക? എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്ത് വരും? സൈൻ എക്സ് പ്ലസ് ഐ വൈ എന്ന് വരും. ഈക്വൽ ടു ഇതിപ്പോൾ സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞ റിസൾട്ട് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. എ എന്ന് പറയുന്നത് എക്സും ബി എന്ന് പറയുന്നത് ഐ വൈയുമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ സൈൻ എ പ്ലസ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് ഇൻറ്റു കോസ് ഐ വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ ഐ വൈ എന്നായി. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഓക്കെ ആണോ? അടുത്ത സ്റ്റെപ്പിൽ കോസ് ഐ വൈക്ക് ഇത് കൊടുക്കാം, കോസ് എച്ച് വൈ എന്ന് കൊടുക്കാം. സൈൻ ഐ വൈക്ക് ഐ സൈൻ എച്ച് വൈ എന്ന് കൊടുക്കാം. അപ്പം ഞാൻ കൊടുക്കുകയാണ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഐ സൈൻ എച്ച് വൈ എന്ന് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞ റിസൾട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സൈൻ ഐ വൈക്ക് ഐ സൈൻ എച്ച് വൈ എന്നും കോസ് ഐ വൈക്ക് കോസ് എച്ച് വൈയും എന്നാക്കി. ഇപ്പോൾ അത് യു പ്ലസ് ഐ വി ആയി മാറിയില്ലേ? നോക്കി നോക്കാം. ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ പ്ലസ് ഐനെ ഫ്രണ്ടിലിട്ടു കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. അപ്പോൾ അതിപ്പോൾ എന്തായി മാറി? അത് യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞാൽ നോക്കി നോക്കുക, യു റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ടായി മാറി. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു തിയറി ഉണ്ടല്ലേ, നമ്മൾ തിയറി, ആ തിയറിയിൽ ഇതാണ് ചെയ്യുന്നത്. ഇത് യുവും വിയും എടുത്തെഴുതാണ്. യു ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ, വി ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. യുവും വിയും നമ്മൾ എടുത്തെഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പഴയ പോലെ ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ. ഓക്കെ, അടുത്തത് ഡോ യു ബൈ ഡോ വൈ കാണുക. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. നമുക്കറിയാം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് അല്ലേ? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ? പക്ഷെ ശ്രദ്ധിക്കണേ, കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവിന് മൈനസ് ഇല്ല.
കേട്ടോണ്ട് എന്താണ് കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവിന് മൈനസ് ഇല്ല. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ് സൈൻ എച്ച് വൈ. കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവിന് ഹൈപ്പർബോളിക്കിന് മൈനസ് ഇല്ല. വീണ്ടും വീണ്ടും പറയാണ് കോസ് വൈയുടെ മൈനസ് ആണ്, പക്ഷെ കോസ് എച്ച് വൈയിൽ മൈനസ് ഇല്ല. ഓക്കെ, അതേപോലെ ഡോ വി ബൈ ഡോ എക്സ് ചെയ്യാണ്. ഡോ വി ബൈ ഡോ എക്സ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. ഡോ വി ബൈ ഡോ വൈ ചെയ്യാണ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ് കോസ് എച്ച് വൈ. ഹൈപ്പർബോളിക്കിന്റെ ഡെറിവേറ്റീവിന് എന്തില്ല മൈനസ് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ യു പ്ലസ് ഐ വി എടുത്ത് എഴുതി ഡിഫറൻഷിയേറ്റ് ചെയ്തു, ആൻസർ കണ്ടെത്തി. ഇനി എന്ത് ചെയ്യുന്നു സി ആർ ഇക്വേഷൻ ശരിയാണോ നോക്കുന്നു. ഓക്കെ, സി ആർ ഇക്വേഷൻ എടുത്ത് എഴുതാണ്. എന്താണ് സി ആർ ഇക്വേഷൻ? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പോൾ സി ആർ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു. നോക്കുക, ഡോ യു ബൈ ഡോ എക്സ് കോസ് എക്സ് കോസ് എച്ച് വൈ, ഡോ വി ബൈ ഡോ വൈ കോസ് എക്സ് കോസ് എച്ച് വൈ, അത് ശരിയാണ്. അടുത്തത് ഡോ യു ബൈ ഡോ വൈ സൈൻ എക്സ് സൈൻ എച്ച് വൈ, ഡോ വി ബൈ ഡോ എക്സ് മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ, അതിൻ്റെ ഫ്രണ്ടിൽ മൈനസ് കൊടുക്കുമ്പോൾ അതും ശരിയാണ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ് സി ആർ ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്, therefore f of z equal to sin z is analytic. അതെന്താണ്? അത് അനലിറ്റിക് ആണ്, അല്ലെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ഡാഷ് സെറ്റിന്റെ ഫോർമുല കൊടുക്കാം. നമുക്കറിയാം സൈൻ സെറ്റിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ സെറ്റിന്റെ ഡെറിവേറ്റീവ് കോസ് സെറ്റ് എന്നാണെന്ന് അറിയാം അല്ലേ? പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഫോർമുല കൊടുക്കുക. എഫ് ഡാഷ് സെറ്റ് ഈക്വൽ ടു എന്താണ് ഫോർമുല? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഡോ യു ബൈ ഡോ എക്സ്? സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സിൻ്റെ ഫോർമുല എന്താ? മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. ഇതുവരെ എഴുതാം. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മൾ അവിടുന്ന് വന്ന വഴി തിരിച്ചു പോവാണേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ഇതെന്നറിയോ? ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈക്ക് നമ്മൾ എന്താ തിരിച്ചു വന്നത്? കോസ് ഐ വൈ എന്ന് കൊടുത്തു, മൈനസ് അവിടെ ഇട്ടു. സൈൻ എക്സ് ഇൻറ്റു, ശ്രദ്ധിക്കുക, ഈ ഐയും സൈൻ എച്ച് വൈയും കൊടുത്തിട്ട് സൈൻ ഐ വൈ എന്ന് എഴുതി. ഇതിപ്പോൾ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നായി. ഈക്വൽ ടു അത് എന്തിൻ്റെ റിസൾട്ടാണ്? കോസ് എക്സ് പ്ലസ് ഐ വൈയുടെ റിസൾട്ടാണ്. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും കോസ് സെഡ് എന്ന് എഴുതി അവസാനിപ്പിക്കുക കേട്ടോ. കാരണം നമുക്കറിയാം സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവ് കോസ് സെഡ് ആണെന്ന് നമുക്കറിയാം കേട്ടോ. അപ്പോൾ അത് എഴുതി അവസാനിപ്പിക്കുക. ഓക്കെ, കിട്ടിയില്ലെങ്കിലും സൈൻ സെഡിനെ കോസ് സെഡ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക കേട്ടോ. ആ, നമ്മൾ നേരത്തെ തിരിച്ചു വന്നില്ലേ കോസ് എച്ച് വൈക്ക്? സൈൻ എച്ച് വൈനെ ഈ ഐയും സൈൻ എച്ച് വൈനും കൂടി ചേർത്ത് സൈൻ ഐ വൈ ആക്കി. കോസ് എ കോസ് ബി, അതെ, ഐനെയും സൈൻ എച്ച് വൈനെയും ചേർത്ത് സൈൻ ഐ വൈ ആക്കി മാറ്റി. അപ്പൊ ഐ പോയി. ഓക്കെ ആയോ? ആ, അങ്ങനെ നമ്മൾ എഴുതിയത് നോക്കിയിട്ട് നമ്മൾ തുടക്കം തിരിച്ചു കൊടുത്തതാ. നമ്മൾ വന്നതിന് തിരിച്ചു കൊടുത്താറുണ്ട്, വേറെ ഒന്നും ചെയ്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓക്കെ ചെയ്യണേ. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി ഇതിൽ ചോദിക്കുന്നത് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ എന്ന ടോപ്പിക്കാണ്. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാണ്, ഹെഡിങ് എഴുതുക ഹാർമോണിക് ഫംഗ്ഷൻ. ഹാർമോണിക് ഫംഗ്ഷൻ, ഹാർമോണിക് ഫംഗ്ഷൻ സിമ്പിളാണ്. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യു ഈസ് ഹാർമോണിക്. യു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല എന്നറിയോ? യുവിനെ 2 പ്രാവശ്യം എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? യുവിനെ 2 പ്രാവശ്യം എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡോ യു ബൈ ഡോ എക്സ് ആണ്. വീണ്ടും ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ്
യുവിനെ വീണ്ടും ശ്രദ്ധിക്കുക, യുവിനെ വീണ്ടും 2 പ്രാവശ്യം വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. യുവിനെ വീണ്ടും 2 പ്രാവശ്യം വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം ഡോ യു ബൈ ഡോ എക്സ് ചെയ്യാം. അതിനെ ഒരിക്കൽ കൂടി എക്സിൽ ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടും. ഓക്കെ, പിന്നെ യുവിനെ ഡോ യു ബൈ ഡോ വൈ ചെയ്യാം. അതിന് വീണ്ടും വൈയിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ കിട്ടും. അങ്ങനെ നമ്മൾ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും അതുപോലെ തന്നെ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറും. അത് രണ്ടും കൂട്ടുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ, 0 കിട്ടുകയാണെങ്കിൽ ദാറ്റ് യു ഈസ് കോൾഡ് ഹാർമോണിക് ഫംഗ്ഷൻ. ആ യുവിനെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് ഫംഗ്ഷൻ. ഓക്കെ ആണോ? ആ യുവിനെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഹാർമോണിക് എന്ന് വിളിക്കുക? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്കിവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. അതിപ്പോൾ നമ്മളൊരു പ്രൂഫാണ്. ഞാനിത് ഈ പ്രോബ്ലം കഴിഞ്ഞിട്ട്, ഹാർമോണിക്കിന്റെ പ്രോബ്ലം കഴിഞ്ഞിട്ട് ഞാൻ പ്രോപ്പർട്ടീസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ എടുത്തു തരാം. അതിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതായത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നുള്ളത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ യുവും വിയും, യു ആൻഡ് വി ആർ ഹാർമോണിക് ആയിരിക്കുന്നതാണ്. അതിനൊരു പ്രൂഫ് ഉണ്ട്, നമുക്ക് പഠിക്കണ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് 6 അതിൽ ഒരു പ്രോപ്പർട്ടി ഇതാണ്. പ്രൂഫ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞിട്ട്, അതായത് ഹാർമോണിക്കിന്റെ പ്രോബ്ലം കഴിഞ്ഞിട്ട് നമുക്ക് പ്രൂഫിലേക്ക് പോകാം. ഇതാണ് പറയുന്നത്, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ യുവും വിയും ഹാർമോണിക് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഹാർമോണിക് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ 0 ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ വിയിലും ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയറും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നുള്ളത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ആ യുവിനെ 2 പ്രാവശ്യം എക്സിൽ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൂട്ടിയാൽ 0 കിട്ടും. അതുപോലെ തന്നെ വിനെ 2 പ്രാവശ്യം എക്സിലും വൈയിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൂട്ടിയാലും 0 കിട്ടും. അതുകൊണ്ട് ഈ യുവും വിയും പരസ്പരം കോൺജുഗേറ്റ് ആണെന്ന് പറയും. യുവും വിയും അതിനെ കോൺജുഗേറ്റ് ആണെന്ന് പറയും. അപ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് യു തരും, യു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ഫൈൻഡ് ഇറ്റ്സ് ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. യു തന്നിട്ട് ഫൈൻഡ് ഇറ്റ്സ് ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ വി കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതായത് യു തന്നിട്ട് ഫൈൻഡ് ഇറ്റ്സ് ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. തൽക്കാലം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ പ്രൂഫ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് വേറൊരു സിമ്പിൾ ഉണ്ട്, അതുകൊണ്ട് പറയാം. ഇതിന് നമ്മൾ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 എന്ന് പറയും. അപ്പോൾ പ്രൂവ് ദാറ്റ് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട, അതെന്താണ്? ഡോ സ്ക്വയർ യു ബൈ പ്ലസ് ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. അമീർ ഓക്കെ ആണോ? വേറൊരു സിമ്പിളാണ്, നേരത്തെ അമീർ ചോദിച്ച പോലത്തെ സിമ്പിളാണ്. യു ഡോ യു ബൈ ഡോ എക്സിന്റെ സിമ്പിൾ പോലെയാണ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന് യു എക്സ് എസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്യല്ലേ, നമുക്ക് കൂടുതൽ നീട്ടി പോകുന്നില്ല. ഇതിൽ നമ്മൾ സി ആർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാർമോണിക് കോൺജുഗേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഹാർമോണിക് കോൺജുഗേറ്റിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ സി ആർ ഇക്വേഷൻ, കോഷി-റീമാൻ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണേ. 2 മെത്തേഡ് ഉണ്ട് ഹാർമോണിക് കോൺജുഗേറ്റ് കാണാൻ. 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് മില്ലി തോംസൺ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്, വേറെ ഒരെണ്ണം സി ആർ ഇക്വേഷൻ യൂസ് ചെയ്താണ്. അപ്പോൾ നമുക്ക് സി ആർ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം, കാരണം അത് വെച്ചിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വാങ്ങിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ യാതൊരു ഉപയോഗമൊന്നും ഇല്ലാന്ന് മാത്രം. കാരണം ഞാൻ ഫുള്ളി ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയിട്ട് എടുക്കുന്നത്, ടെക്സ്റ്റ് നോക്കുന്നേ ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാണ്. ഷോ ദാറ്റ് യു ഈക്വൽ ടു y cube minus 3x square y. Show that u equal to y cube minus 3x square y is harmonic.
ഷോ ദാറ്റ് യു ഈക്വൽ ടു y cube minus 3x square y is harmonic and hence find its harmonic conjugate and hence find its harmonic conjugate. അതിനുശേഷം ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. hence find its harmonic conjugate. അപ്പോൾ വളരെ സിമ്പിളാണ്. യുവിനെ എക്സിൽ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, യുവിനെ വൈയിൽ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, രണ്ടും കൂടി കൂട്ടുക. പ്രൂവ് ദാറ്റ് ആണ്. കിട്ടിയില്ലെങ്കിൽ 0 എഴുതിയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാം. ഡോ യു ബൈ ഡോ എക്സ് ചെയ്യാണ്. ഡോ യു ബൈ ഡോ എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. വൈ ക്യൂബ് 0 ആയി മാറി. -3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ അവിടെ 2x വൈ അങ്ങനെ വന്നു. ഒന്ന് നീറ്റായിട്ട് എഴുതുമ്പോൾ -6xy. അതിനെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കാണുന്നു. ഇതിനെ വീണ്ടും എക്സിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. -6 ഇൻറ്റു 1 ഇൻറ്റു വൈ. ആൻസർ -6y. ഓക്കെ ആണോ? അതുപോലെ ഡോ വി ബൈ ഡോ എക്സ് ചെയ്യുന്നു. ഡോ വി ബൈ ഡോ വൈ സോറി ഡോ യു തന്നെയാണ്. ഡോ യു ബൈ ഡോ വൈ ചെയ്യുന്നു. യു മാത്രമേ ഉള്ളൂ, വി ഇല്ല. വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y² മൈനസ് 3x² ഇൻറ്റു 1, അതായത് 3y² മൈനസ് 3x². ഡോ സ്ക്വയർ യു ബൈ ഡോ y². അതിനെ ഒരിക്കൽ കൂടി ചെയ്യാണ് വൈയിൽ. അപ്പോൾ 3 ഇൻറ്റു 2y മൈനസ് 0. ആൻസർ 6y. 6y. ആ ടീച്ചറെ, പ്രിൻസിപ്പളൊന്നും പറഞ്ഞില്ല. ടീച്ചർ പരമ്പരാണ് പോലെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർമോണിക്കാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുകയാണ്. അതായത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ വാല്യൂ -6y പ്ലസ് മറ്റേൻ്റെ വാല്യൂ 6y ഈക്വൽ ടു കിട്ടിയില്ലെങ്കിൽ എന്താണ്? 0. കാരണം പ്രൂവ് ദാറ്റ് ആണ്. ഓക്കെ, പ്രൂവ് ദാറ്റ് ആണ്. അപ്പോൾ രണ്ട് വാല്യൂ കൂടിയിട്ട് ആഡ് ചെയ്തു. അപ്പോൾ എന്താണ്? 0 കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ വാല്യൂ കിട്ടി 0 കിട്ടി. ഇനി അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ എന്തുണ്ട്? ഓൾസോ ഫൈൻഡ് ദി ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാർമോണിക് കോൺജുഗേറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് യു ആണ് തന്നതെങ്കിൽ വി കണ്ടുപിടിക്കണം, വി ആണ് തന്നതെങ്കിൽ യു കണ്ടുപിടിക്കണം. കേട്ടോ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് CR ഇക്വേഷൻ്റെ റിസൾട്ടാണ് എഴുതുന്നത്. അപ്പോൾ വി നോ ദാറ്റ് ബൈ CR ഇക്വേഷൻ എഴുതാണ്. എന്താണ് CR ഇക്വേഷൻ പറയുന്നത്? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. അതുപോലെ തന്നെ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ശരിയാണോ? CR ഇക്വേഷൻ പ്രകാരം അല്ലേ? നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഈ പ്രൂഫ്. ഞാൻ വേറെ മിൽനി തോംസൺ മെത്തേഡ് എന്ന മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു ഡയറക്റ്റ് ഫോർമുലയാണ്. ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് f(z) കണ്ടുപിടിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് CR ഇക്വേഷൻ്റെ ഇക്വേഷൻ എഴുതിയില്ല നമ്മൾ രണ്ടെണ്ണം. ആ രണ്ടെണ്ണത്തിലേക്ക് കണക്ട് ചെയ്ത് വിനെ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മുടെ എയിം ഈ യു യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വി കണ്ടുപിടിക്കണം. അപ്പോൾ യുവിനെ മാറ്റിയിട്ട് അവിടെ വിനെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ കൊടുത്തു. അതായത് -6xy ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ എന്ന് കൊടുത്തു. ശ്രദ്ധിച്ച് എഴുതാം, മനസ്സിലാക്കി പോണേ. നമ്മൾ ഓൾറെഡി ഡോ യു ബൈ ഡോ എക്സ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഡോ യു ബൈ ഡോ എക്സിൻ്റെ വാല്യൂ? -6xy. അതൊന്നുകൂടി ഞാൻ നീറ്റായിട്ട് എഴുതാണ്. അതായത് നമുക്കിപ്പോൾ കിട്ടി ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു -6xy എന്ന് കിട്ടിയോ? വളരെ സിമ്പിളാണ്. ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു -6xy എന്ന് കിട്ടി. എന്താ നമ്മൾ ചെയ്യുന്നത്? CR ഇക്വേഷനിൽ ഹാർമോണിക് കോൺജുഗേറ്റ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. ഹാർമോണിക് കോൺജുഗേറ്റ് കാണാൻ, അതായത് ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം
ആ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ നമ്മുടെ സി ആർ ഇക്വേഷനിലെ ആദ്യത്തെ ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷനിലെ ഡോ യു ബൈ ഡോ എക്സ് നമ്മളിപ്പോൾ കണ്ടുവച്ചു -6x y, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതുവരെ ഓക്കെ ആണോ? എന്താണ് ചെയ്തത്? ചെറിയൊരു ലോജിക്കാണ്. ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു -6xy. ഈ ഡോ വൈനെ കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി കിട്ടും അല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ എഴുതാണ് ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ ഒരു ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ വരിക? ഇൻ്റഗ്രൽ ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ -6xy dy വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. എന്താ നമ്മൾ ചെയ്യുന്നത്? ഇതിന് രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് v ഈക്വൽ ടു എന്ന് കിട്ടി. v ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ v ഈക്വൽ ടു എന്ന് കിട്ടി. -6x മാറ്റി നിർത്തി. വൈയുടെ ഇൻ്റഗ്രൽ എന്താ? വൈയുടെ ഇൻ്റഗ്രൽ എന്താ നമുക്കറിയാം. വൈയുടെ ഇൻ്റഗ്രൽ എന്താണ്? y²/2. വൈയുടെ ഇൻ്റഗ്രൽ എന്താണ്? y²/2. ഓക്കെ ആണോ? വൈയുടെ ഇൻ്റഗ്രൽ y²/2. ക്ലിയർ? അതൊന്ന് 2 ഇത് വെട്ടിക്കളയുമ്പോൾ ആൻസർ കിട്ടുക -3xy². -3xy². ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് അല്ലേ? +c1 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് കൊടുത്തു. +c1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് +c എന്ന് കൊടുക്കില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു വീക്കിലും കാണും. ഒരു വീക്കിലും കാണാം. ഇപ്പൊ ഇത് ആദ്യത്തെ ഇതിൽ നിന്ന് കിട്ടിയ v ആയതുകൊണ്ട് അതിന് v1 എന്ന് പേര് വിളിച്ചു. ശ്രദ്ധിക്കണേ, നമുക്ക് രണ്ട് v കാണാം. ഇതേപോലെ v1 ഈക്വൽ ടു -3xy² + c1. ഇതൊക്കെയാണോ? ഓക്കെ. അതേപോലെ അപ്പുറത്തേൽ നിന്നും ഒരു വീനെ കൂടി കണ്ടുപിടിക്കുകയാണ്. നമ്മള് അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു വീനെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഡോ യു ബൈ ഡോ വൈയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുകയാണ് 3y² - 3x² ഈക്വൽ ടു -ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ ആണോ? അതിലും ഇതേപോലെ എടുത്ത് എഴുതാണ് -ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 3y² - 3x². ശരിയാണോ? അത് അങ്ങോട്ടോട്ട് മറിച്ചെഴുതി. ഈ മൈനസിന്റെ കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡോ വി ബൈ ഡോ എക്സ് മൊത്തത്തിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. -3y² + 3x². ഇതിലെ വിത്ത് റെസ്പെക്ട് ടു എക്സിലെ ഇന്റഗ്രേറ്റ് ചെയ്യണം. മനസ്സിലായോ? കാരണം എന്താ? എക്സിലാണ് കിടക്കുന്നത്. ഡോ വി ബൈ ഡോ എക്സിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ -3y² + 3x² dx. ഈ ഒരു ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു v ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത vനെ നമ്മൾ v2 എന്ന് വിളിച്ചു. v2 ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടേമിൽ എക്സ് ഇല്ല. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുക? ചുമ്മാ ഒരു എക്സ് എഴുതാണ് ചെയ്യുക. അപ്പോൾ -3y²x + 3x²ന്റെ ഇന്റഗ്രൽ എന്താണ്? x³ / 3 പ്ലസ് ഒരു കോൺസ്റ്റന്റ് അതിനെ c2 എന്ന് വിളിച്ചു. ഇവിടെ c1 അവിടെ c2. അത് നീറ്റായിട്ട് ഞാൻ എഴുതാണ് -3xy² + 3 ക്യാൻസൽ ചെയ്യുമ്പോൾ x³ + c2. ഇതൊരു ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.
ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് 2 v കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ v = v1 + v2. ഇത് രണ്ടും നമ്മൾ കൂട്ടുകയാണ്. കൂട്ടി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. S2 പഠിക്കുന്നവർ ആരും ഇതിലില്ല. S1 വെക്റ്റർ പഠിച്ച ആൾക്കാർ വെക്റ്ററിലുള്ള അവിടെ ഒരു സ്കാലർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, അതിലുള്ള പോലെയാണ്. ഇത് രണ്ടും കൂടി കൂട്ടുകയാണ്. കൂട്ടുമ്പോൾ അതിൽ റിപ്പീറ്റഡ് വാല്യൂ വരുമ്പോൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. റിപ്പീറ്റഡ് വാല്യൂവിനെ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇപ്പം നോക്കാം, -3xy² ഞാൻ എഴുതി, -3xy². അവിടെ -3xy² വന്നിട്ടുണ്ട്, കണ്ടോ? ഇവിടെ 2 പ്രാവശ്യം വന്നിട്ടില്ല, -3xy² കണ്ടോ? അപ്പോൾ അതിൽ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. +x³ 2 c1 c2 പകരം ഒരു c എഴുതാം. ഇതാണ് ലാസ്റ്റ് ആൻസർ കേട്ടോ. അതായത് റിപ്പീറ്റഡ് വാല്യൂ വരുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ആൻസർ ചെയ്താൽ മതി. ക്ലിയർ? റിപ്പീറ്റഡ് വാല്യൂ സൈൻ മാറില്ല. സൈൻ മാറണമെങ്കിൽ റിപ്പീറ്റഡ് വാല്യൂ ഇല്ല. സൈൻ മാറണമെങ്കിൽ റിപ്പീറ്റഡ് വാല്യൂ ഇല്ല. സൈൻ മാറില്ല. അങ്ങനെ റിപ്പീറ്റഡ് വാല്യൂ ആണെങ്കിൽ സെയിം തന്നെ വരും. ഒരു സൈനിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റഡ് വാല്യൂ ഇല്ല കേട്ടോ. അപ്പോൾ റിപ്പീറ്റഡ് വാല്യൂ വരികയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ. c1 c2 പകരം വേറെ അനദർ കോൺസ്റ്റന്റ് c എന്ന് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇതാണ് ഹാർമോണിക് കോഞ്ചുഗേറ്റിന്റെ പ്രോബ്ലം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്കിൽ പ്ലേലിസ്റ്റിൽ കയറ്റുന്നുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കിയല്ലോ നല്ലത്. കുഴപ്പമില്ലല്ലോ. ഐഡിയ മനസ്സിലായില്ലേ? ഐഡിയ ഓക്കെ അല്ലേ? അതായിരിക്കും നല്ലത്. നമുക്ക് ഞാൻ അടുത്ത ടോപ്പിക്ക് എടുക്കട്ടെ. ഇപ്പം ചെയ്യണോ?